welcome to another class of accountancy. Today we are going to study a new chapter, that is retirement and death of a partner. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു അല്ലേ? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ പഠിച്ചു. ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്തെല്ലാം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് അഡ്മിഷൻ്റെ ഭാഗമായി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലോ എങ്ങനെയാണ് ആ ഒരു പാർട്ട്ണറുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് എന്ന് പറയുമ്പോഴും അഡ്മിഷനുമായി റിലേറ്റഡ് ആണ്. അതായത് അഡ്മിഷനിൽ നമ്മൾ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും, പക്ഷേ ചെറിയ ചില ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ പഠിച്ചത് കൊണ്ട് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് വിൽ ബി ഈസി. അപ്പോൾ ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അതുവരെയുള്ള പാർട്ട്ണർഷിപ്പ് deed that will come to an end and a new partnership deed will arise. അപ്പോൾ അതുവരെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ദാറ്റ് വിൽ കം ടു ആൻ എൻഡ്. എന്നിട്ട് ന്യൂ പാർട്ട്നേഴ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതിനനുസരിച്ചായിരിക്കും ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല, ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് വിൽ കണ്ടിന്യൂ ബട്ട് വിത്ത് ന്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് വരുമ്പോൾ അവിടെ വരുന്ന ചേഞ്ചസ്, ഇപ്പോൾ റിട്ടയർമെൻറ്റും ഡെത്തും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്, റിട്ടയർമെൻറ്റിൽ റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ ഡെത്തിൽ ആരാണോ മരണപ്പെട്ട ആ ഒരു പാർട്ട്ണറുടെ ലീഗൽ ഹയേഴ്സ്, അതായത് അനന്തരാവകാശികൾക്കാണ് ആ ഒരു എമൗണ്ട് കൊടുക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പാർട്ട്ണറുടെ എല്ലാ കാര്യങ്ങളും, ആ ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച ആ ഒരു പാർട്ട്ണറുടെയോ ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, ഗുഡ് വിൽ, റിസർവ്സ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അങ്ങനെയുള്ള ആ പാർട്ട്ണറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അതൊക്കെ അസർട്ടൈൻ ചെയ്ത് സെറ്റിൽ ചെയ്ത് ആ ഒരു എമൗണ്ട് റിട്ടയറിംഗ് പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ലീഗൽ ഹയർ ഓഫ് ദ ഡെഡ് പാർട്ട്ണർക്കോ കൊടുക്കും. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും, സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, റിസർവ്സ്, അതുപോലെ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് പഠിച്ചിരുന്നു. അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ, പക്ഷേ ചെറിയ ചില ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ്, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ നോക്കാം. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്താണ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? That is a partner's withdrawal from the business with the consent of other partners or as per the provisions of partnership deed or by giving notice of retirement is called retirement. അതായത് ഒരു പാർട്ട്ണർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും വിഡ്രോ ചെയ്യുക, അതായത് പിൻവലിക്കുക. എങ്ങനെ? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, മറ്റു പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം. അതായത് ആ ഒരു പാർട്ട്ണർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞാനൊരു 5 വർഷം മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുകയുള്ളൂ എന്ന്. അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിലെ പ്രൊവിഷൻ പ്രകാരം എന്ത് ചെയ്യാം, ആ ഒരു പാർട്ട്ണർക്ക് വിഡ്രോ ചെയ്യാം. ഓർ ബൈ ഗിവിംഗ് നോട്ടീസ് ഓഫ് റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ ഞാൻ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് മറ്റു പാർട്ട്നേഴ്സിന് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു പാർട്ട്ണർക്ക് ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യാം. അതിനെ റിട്ടയർമെൻറ്റ് എന്ന് പറയും. Old partnership comes to an end and a new one between the continuing partners, that is the partners other than the outgoing partner, comes into existence. ഇവിടെ നമ്മൾ പറഞ്ഞു old partnership deed will come to an end and ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതായത് ഇനി ആരാണോ ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, ഈ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് തമ്മിൽ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി അതനുസരിച്ചായിരിക്കും ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. Whenever a partner retires, the continuing partners make gain in terms of profit sharing ratio. Therefore, the remaining partners arrange for the amount in the form of goodwill for the compensation to the retiring partners. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ വരുന്ന പാർട്ട്ണർ എന്ത് ചെയ്യണം, ഇൻകമിംഗ് പാർട്ട്ണർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊടുക്കണം.
അല്ലേ? ഇവിടെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ കൊടുക്കേണ്ടത്. കാരണം ആ ഒരു റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ എഫേർട്ട് കൊണ്ട് കൂടിയിട്ടാണ് ആ ഒരു ബിസിനസ് നല്ല നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഒരു ഭാഗം റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സാണ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ഗുഡ് വില്ല് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ജേണൽ എൻട്രിയിൽ ചേഞ്ച് വരും. ഇനി അപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്, ഒന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചേഞ്ച് വരും, ഒന്ന് എന്ത് ചെയ്യണം, ഗുഡ് വില്ലിൻ്റെ ഷെയർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സാണ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. അതായത് റിട്ടയറിംഗ് പാർട്ട്ണർ ബിസിനസ്സിൽ നിന്നും പോകുമ്പോൾ എന്തെല്ലാം എമൗണ്ടിൽ ആ ഒരു റിട്ടയറിംഗ് പാർട്ട്ണർക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം എമൗണ്ട് ആണ് ആ ഒരു റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ലഭിക്കുക. When partner retires from the firm, he will get the following. എന്തൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ, ആ ഒരു പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ഗുഡ് വിൽ പോർഷൻ പ്ലസ് റിസർവ് പ്ലസ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഇനി ലോസ് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ലോസസ്, ലോസ് ആൻഡ് റീവാലുവേഷൻ, ഷെയർ ഓഫ് ലോസ്. അപ്പോൾ പ്രോഫിറ്റിൽ മാത്രമല്ല ലോസിലുള്ള ഷെയർ കൂടി ആർക്ക് ചെയ്യേണ്ടി വരും? ആ ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ അസർട്ടൈൻ ചെയ്ത് അത് ആണ് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് ആണ് പാർട്ട്ണർക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, ഇനി റിട്ടയർമെൻറ്റ് നടക്കുമ്പോൾ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ടു ബി ഫോളോഡ് വൈൽ റിട്ടയറിംഗ് എ പാർട്ട്ണർ. എന്തൊക്കെയാണ് ഉണ്ടാവുക? ഫസ്റ്റ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരും, അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഗുഡ് വിൽ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ട്രാൻസ്ഫർ ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസസ് ഓർ പ്രോഫിറ്റ്സ് ഇഫ് എനി ആസ് പെർ ബാലൻസ് ഷീറ്റ്, ascertainment of profit or loss up to the date of retirement, final payment to retiring partners, that is how to discharge the amount due to the retiring partner, adjustment of capitals of continuing partners if agreed. ഇത്രയും മാറ്റങ്ങളാണ് റിട്ടയർമെൻറ്റ് നടക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരിക. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരും. അതായത് 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പാർട്ട്നേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വന്നു. അതുപോലെ ഗുഡ് വിൽ അസർട്ടൈൻ ചെയ്ത് അത് എന്ത് ചെയ്യണം? റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കണം. അതുപോലെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലൊക്കെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ എന്താണ് എന്ന് നോക്കി അതിൽ മാറ്റം വരും. ആ ഒരു ഷെയർ, ആ ഒരു എമൗണ്ട് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാറ്റം വരും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അഡ്മിഷൻ്റെ കേസിൽ പഠിച്ചതാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് റിട്ടയർമെൻറ്റിലുള്ളത്. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ്, ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യണം? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം, അല്ലേ? ദാറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, ദാറ്റ് ഈസ് പാർട്ട്നേഴ്സ് അതർ ദാൻ ആൻ ഔട്ട് ഗോയിങ് വൺ, ഡിസൈഡ് ടു ഷെയർ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നത്, അതിനെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയും. Unless agreed to otherwise, it is presumed that the continuing partners acquire the outgoing partners' share in their old profit sharing ratio, so that the continuing partners continue to share the future profits in the old ratio, and hence their new profit sharing ratio is same as their old profit sharing ratio. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണർ പോയി, ഇനി ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ അവിടെ പറയുന്നില്ലെങ്കിൽ അവരുടെ ഓൾഡ് ഷെയർ തന്നെയായിരിക്കും വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഈ 3 പാർട്ട്നേഴ്സിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 5:3:2 ആണെന്ന് വിചാരിക്കുക. അതിൽ ഫസ്റ്റ് പാർട്ട്ണർ എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ട്ണറുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 തന്നെയായിരിക്കും. അതായത് അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും. അതായത് ആ ഒരു ന്യൂ റേഷ്യോ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് അവരുടെ എന്ത്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി
അഡ്മിഷൻ്റെ കേസിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ആണ് കണ്ടുപിടിച്ചത് അല്ലേ? അതായത് ന്യൂ പാർട്ട്ണർ വരുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ടോട്ടൽ ഷെയറിൽ മാറ്റം വരും. അപ്പോൾ ആ ടോട്ടൽ ഷെയറിൽ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ സാക്രിഫൈസ് വരുന്നുണ്ട് അല്ലേ? ഓൾറെഡി ഉള്ളതിൽ നിന്നും കുറച്ച് ഭാഗം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ന്യൂ പാർട്ട്ണർ വരുമ്പോൾ അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ഇവിടെ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിൻ്റെ കേസിൽ റിട്ടയറിംഗ് പാർട്ട്ണർ പോകുമ്പോൾ ആ ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ കൂടി ഷെയർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കിട്ടുകയാണ്. അതായത് ഇവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഗെയിൻ ചെയ്യാണ്, നേടുകയാണ് അല്ലേ? അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെയും ഡെത്തിൻ്റെയും കേസിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ അല്ല കാണുക, ഏതാണ് കാണുക? ഗെയിനിങ് റേഷ്യോ ആണ് കാണുക. സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ നമുക്കറിയാം ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അല്ലെങ്കിൽ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ അല്ലേ? പക്ഷേ ഗെയിനിങ് റേഷ്യോ കാണാൻ എങ്ങനെയാണ്? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് അല്ലേ? അതായത് ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഇസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. അതായത് ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ എടുക്കുന്ന ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോർഷനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയാം. അത് റിട്ടയർഡ് ആവാം, അല്ലെങ്കിൽ ഡിസീസ്ഡ് മരണപ്പെട്ടു പോയതാവാം. അപ്പോൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഷെയർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എടുക്കുന്ന ആ ഒരു റേഷ്യോനെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയും. Unless agreed otherwise, it is presumed that the continuing partners gain in their old profit sharing ratio, and hence their gaining ratio is same as the old profit sharing ratio. ഇവിടെയും പറയുന്നത് എന്താണ്? ന്യൂ റേഷ്യോയെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ അവിടെ പാർട്ട്നേഴ്സിൻ്റെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അവിടെ അവരുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ കാണാൻ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടു എന്തായിരുന്നു? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ച്. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. നമ്മൾ പല സിറ്റുവേഷനിലായിട്ട് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? അതായത് ആ പാർട്ട്ണറുടെ ഓരോ പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോഴും അവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പല സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കിയിരുന്നു അല്ലേ? അതായത് ഒരു പ്രപ്പോർഷൻ തരും, ആ ഒരു പ്രപ്പോർഷൻ വെച്ച് നോക്കിയിരുന്നു, സറണ്ടർ ചെയ്യുന്നത് നോക്കിയിരുന്നു, അങ്ങനെ പല കാറ്റഗറി. അതുപോലെ ഇവിടെ ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ. ഫസ്റ്റ് സിറ്റുവേഷൻ, വെൻ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് സെയിം ആസ് ദെയർ ഓൾഡ് റേഷ്യോ. അതായത് അവിടെ ന്യൂ റേഷ്യോസ് ഓൾഡ് റേഷ്യോ രണ്ടും സെയിം ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന്. രണ്ടാമത്തത്, വെൻ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ആർ ഗിവൺ. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. അതുപോലെ ഓൺലി കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ, ദാറ്റ് ഈസ് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ഫ്രാക്ഷൻസ് അക്വയർഡ് ബൈ ദി എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഫ്രം ദ റിട്ടയറിംഗ് പാർട്ട്ണർ. ഇവിടെ ന്യൂ റേഷ്യോ മാത്രം കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഗെയിനിങ് റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതായത് ആ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ആ ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്നും ഇത്ര പ്രപ്പോർഷൻ ഒരു പാർട്ട്ണർ വാങ്ങിച്ചു, ഇത്ര പ്രപ്പോർഷൻ നെക്സ്റ്റ് പാർട്ട്ണർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ന്യൂ റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ കാണുക എന്നുള്ള ഈ 3 സിറ്റുവേഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ്, ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ സെയിം ആണെങ്കിൽ എങ്ങനെയാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ, ബി ആൻഡ് സി വർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. C retires from the firm. Calculate gaining ratio of A and B. ഇവിടെ എ, ബി, സി എന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും ആരാണ് റിട്ടയർ ചെയ്തത്? സി എന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്തു. അപ്പോൾ അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരുന്നു? 3:2:1 ആയിരുന്നു ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സി റിട്ടയർ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഭാഗം പോയി. ഇനി ബാക്കിയുള്ളതാണ് എന്ത്? പാർട്ട്നേഴ്സിൻ്റെ എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെ ഒരു ഇൻഫർമേഷനും പറയുന്നില്ല. അതായത് ഇത്ര ഭാഗം എടുത്തു എന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഗെയിനിങ് റേഷ്യോ നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്? ഈ 3:2 ആണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് 3:2 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുക. ഗെയിനിങ് റേഷ്യോ ഓഫ്
ഗെയിനിങ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 3:2. ഇതാണ് ഇവരുടെ ഗെയിനിങ് റേഷ്യോ. കാരണം ഓൾഡ് റേഷ്യോ തന്നെയാണ് എന്ത് അവരുടെ ഗെയിനിങ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. വേറെ ഇൻഫർമേഷൻ ഒന്നും പറയാത്തത് കൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. നമ്മൾ അഡ്മിഷനിൽ ചെയ്ത അതുപോലെ തന്നെ. അഡ്മിഷനിൽ സാക്രിഫൈസിങ് റേഷ്യോ ഏതായിരുന്നു? ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ അത് തന്നെയാണ് എന്ത് സാക്രിഫൈസിങ് റേഷ്യോ അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. M, N and T are partners sharing profits in the ratio of 5:3:2. Calculate new profit sharing ratio and gaining ratio if M retires, N retires and T retires. അപ്പോൾ ഇവിടെ 3 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഈ 3 സിറ്റുവേഷനിലും എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എന്താണ് ഗെയിനിങ് റേഷ്യോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്ന കേസ് എന്താ? എം റിട്ടയർ ചെയ്യുന്നു. എം റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ ഏതായിരിക്കും? 3:2 എന്നതായിരിക്കും ഫസ്റ്റ് കേസിൽ വരിക. അപ്പോൾ നിങ്ങൾ ആൻസർ എന്ന് പറഞ്ഞിട്ട് എ എന്ന് പറഞ്ഞെഴുതുക. ദ ഗെയിനിങ് റേഷ്യോ, ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ദാറ്റ് ഇസ് എൻ ആൻഡ് ടി ഇസ് ഈക്വൽ ടു എന്താണ്? 3:2. ഇനി അതുപോലെ അടുത്തത് എൻ റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 3 എന്ന ഭാഗം പോയി. ബാക്കി എം ആൻഡ് ടി എത്രയായിരിക്കും? 5:2 ആയിരിക്കും അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, 5:2. അതുപോലെ നെക്സ്റ്റ് കേസ് ടി റിട്ടയർ ചെയ്യുമ്പോൾ 2 എന്നത് പോയി. ബാക്കി എത്രയാണ്? 5:3 ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓൾഡ് റേഷ്യോ തന്നെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതായത് സെക്കൻഡ് സിറ്റുവേഷൻ, ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റിമൈനിങ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച്ഡ്. അതായത് 3 പാർട്ട്ണർഷിപ്പ് ഉള്ളതിലെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തു, ബാക്കിയുള്ള 2 പാർട്ട്ണർ പറയാണ് നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റം വരുത്താം എന്ന് പറഞ്ഞ് അവർ ന്യൂ റേഷ്യോ ഫിക്സ് ചെയ്തു. അങ്ങനെയുള്ള കേസിൽ ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 3. A, B and C were sharing profits in the ratio of 3:2:1. C retires from the firm. A and B decided to share future profits in the ratio of 7:5. Calculate the gaining ratio. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ? ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ എങ്ങനെ എഴുതുക? അപ്പോൾ ആൻസർ എഴുതാം. എന്താ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഗെയിനിങ് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇവിടെ ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. ഇനി ഓരോ പാർട്ട്ണറിൻ്റെയും ഗെയിനിങ് റേഷ്യോ നമുക്ക് കാണണം. അപ്പോൾ ഫസ്റ്റ് ഗെയിനിങ് റേഷ്യോ ഓഫ് ഏത് പാർട്ട്ണറാണ്? ആരാ റിട്ടയർ ചെയ്യുന്നത്? സി ആണ് റിട്ടയർ ചെയ്യുന്നത്. എയുടെയും ബിയുടെയും ആണ് കാണേണ്ടത്. അപ്പോൾ ഗെയിനിങ് ഓഫ് എ ഇസ് ഈക്വൽ ടു എത്രയാണ്? ന്യൂ റേഷ്യോ എത്രയാണ്? 7:5. അപ്പോൾ എത്ര വരും? 7/12 മൈനസ് ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2:1. അതായത് 3/6. അപ്പോൾ എത്ര വരും? 6/72 എന്ന് വരും. അടുത്തത് ഗെയിനിങ് ഓഫ് ബി. ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 5/12 മൈനസ് 2/6. അപ്പോൾ 6 × 5 30 മൈനസ് 12 × 2 24 ഡിവൈഡഡ് ബൈ 12 × 6 72. അപ്പോൾ എത്ര വരിക? വീണ്ടും 6/72. ഇനി താഴേക്ക് എഴുതുക. ഗെയിനിങ് റേഷ്യോ ഓഫ് A and B is equal to
എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എന്താണ് 6/72 ഈസ് ടു 6/72. ദാറ്റ് ഈസ് 1:1. ഇതാണ് ഗെയിനിങ് റേഷ്യോ. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ കുറേ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. സാക്രിഫൈസിങ് കാണാൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. അപ്പോൾ ഇതാണ് ഈ പാർട്ട്നേഴ്സിൻ്റെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഫ്രാക്ഷൻ തന്നുകൊണ്ട്, അതായത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയറിലെ ഇത്ര ഭാഗം ഒരു പാർട്ട്ണറും ഇത്ര ഭാഗം നെക്സ്റ്റ് പാർട്ട്ണറും എടുത്തു എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ള ഒരു റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ബാക്കി അവരുടെ കയ്യിൽ ഇനി എത്ര ഷെയർ ഉണ്ട് എന്ന് നോക്കി അതിനനുസരിച്ച് വേണം അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ എ സർട്ടൻ ഫ്രാക്ഷൻ ഓഫ് ദി ഷെയർ ഓഫ് ദി റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയറിലെ ഒരു ഭാഗം എന്ത് ചെയ്യാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എടുക്കുകയാണ്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക എന്ന്. ഇവിടെ ക്വസ്റ്റ്യൻ, എം എൻ ആൻഡ് ഒ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:4:1. M retires and surrenders 2/3 of his share to N and the remaining share, that is 1/3, to O. Calculate new profit sharing ratio and gaining ratio of the remaining partners. ഇവിടെ റിട്ടയർ ചെയ്യുന്നത് ആരാണ്? എം ആണ് റിട്ടയർ ചെയ്യുന്നത്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:4:1 ആയിരുന്നു. എമ്മിൻ്റെ ഷെയർ അപ്പോൾ എത്രയാണ്? 3/8 അല്ലേ? അതായത് ടോട്ടൽ 8 പോർഷൻ, അതിലെ 3 ഭാഗമാണ് എമ്മിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 പോർഷൻ ഷെയറിലെ 2/3 ആരെടുത്തു? എന്നിന് കൊടുത്തു. 2/3 എന്നിന് കൊടുത്തു. ബാക്കിയുള്ള 1/3 ഓക്കും കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ട്നേഴ്സിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, ഗെയിനിങ് റേഷ്യോ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം ഓരോ പാർട്ട്ണറുടെയും ഓൾഡ് ഷെയർ എഴുതാം. അപ്പോൾ ഓൾഡ് ഷെയർ എന്ന് പറഞ്ഞ് ഓൾഡ് ഷെയർ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആരാണ്? എൻ ആൻഡ് ഒ ആണ്. അപ്പോൾ എന്നിൻ്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 3:4:1 ആണ്. അപ്പോൾ എന്നിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 4/8. അതുപോലെ ഓസ് ഷെയർ, ഓൾഡ് ഷെയർ ഓഫ് ഒ, ഓൾഡ് ഷെയർ ഓഫ് ഒ എത്രയാണ്? 1/8 ഓൾഡ് ഷെയർ എന്ന് പറയുന്നത്. ഇത് ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി എമ്മിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3/8 ആയിരുന്നു അല്ലേ? ഈ 3/8 അതായത് ഈ 3 പോർഷനിലെ എന്ത് ചെയ്തു? 2/3 ആർക്ക് കൊടുത്തു? എന്നിന് കൊടുത്തു. അതുപോലെ 1/3 ഓക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ 4/8ൻ്റെ കൂടെ ഈ പറഞ്ഞ 2/3 കൂടി കൂടിയിട്ടുണ്ട് അല്ലേ? 2/3 കൂടിയിട്ടുണ്ട്. അതുപോലെ ഓക്കും 1/8ൻ്റെ കൂടെ ഈ 1/3യും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇനി ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതുക. എന്താണ്? ഷെയർ അക്വയേർഡ് ബൈ എൻ ആൻഡ് ഒ. N and O from M, അതായത് എമ്മിൻ്റെ കയ്യിൽ നിന്നും N and O അക്വയർ ചെയ്ത ഷെയർ എത്രയാണ് എന്നറിയണം. 2/3 പോർഷൻ എന്നും 1/3 പോർഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ടോട്ടൽ 3/8 ഉണ്ടായിരുന്നു. അതിൻ്റെ 2/3 എന്നിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/3 ഓക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3/8 ഷെയറിൽ എത്ര ഷെയർ ആണ് എന്നറിയണം. ഇനി എന്നിന് എത്ര ഭാഗം കൊടുത്തു എന്നറിയണം. അപ്പോൾ റിട്ടയർ ചെയ്ത എമ്മിൻ്റെ ടോട്ടൽ ഷെയർ എത്രയായിരുന്നു? 3/8 ആയിരുന്നു ടോട്ടൽ ഷെയർ. ഇതിലെ 2/3 ആർക്ക് കൊടുത്തിട്ടുണ്ട്? എന്നിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3/8ൻ്റെ 2/3 കണ്ടാൽ എത്ര ഷെയർ ആണ് എന്നിന് കൊടുത്തത് എന്നറിയാം. അപ്പോൾ ഇവിടെ എത്ര വരും? 6/24 വരും. അതുപോലെ ഓക്ക് എത്ര കൊടുത്തു എന്നറിയണം. അപ്പോൾ O ഇസ് ഈക്വൽ ടു ടോട്ടൽ 3/8 ആയിരുന്നു. അതിലെ 1/3 ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഓക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഷെയർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? 3/24. ഓക്കെ, 3/24. അപ്പോൾ ഇത് നമുക്ക് ലീസ്റ്റ് ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ 6/24 ഈസ് ടു
3/24 എന്ന് പറയും. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ കയ്യിൽ നിന്നും എൻ അക്വയർ ചെയ്തത് 6/24, ഒ അക്വയർ ചെയ്തത് 3/24. ഇതൊന്നുകൂടി ലീസ്റ്റ് ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ 6/24 3/24 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 2/8 എന്നാക്കാം. അതുപോലെ ഇവിടെ എത്ര ആക്കാം, 1/8 എന്നും ആക്കാം. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 2:1. അതായത് എമ്മിൻ്റെ കയ്യിൽ നിന്നും എൻ അക്വയർ ചെയ്തത് 2/3, അതുപോലെ ഇവിടെ 1/3. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു എത്രയാണ്, 2:1 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഗെയിനിങ് റേഷ്യോ കാണാനല്ല ഇത് ചെയ്തത്, എത്രയാണ് അവരുടെ പോർഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്നിൻ്റെ കയ്യിൽ ഇനി ടോട്ടൽ എത്രയുണ്ട്, ഓയുടെ കയ്യിൽ എത്രയുണ്ട് എന്നറിയണം. അപ്പോൾ മൂന്നാമത്തെ വർക്കിംഗ് നോട്ട് എഴുതുക, കാൽക്കുലേഷൻ ഓഫ് ന്യൂ ഷെയർ ഓഫ് N and O. ഇനി എന്നിൻ്റെ നോക്കുകയാണെങ്കിൽ എന്നിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു, 4/8 ആയിരുന്നു അല്ലേ, 4/8 ആയിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ എത്രയാണ്, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, എത്രയായിരുന്നു, 2/8 ആയിരുന്നു. അപ്പോൾ അത് എഴുതുക, എത്രയാണ്, 2/8, 4/8 പ്ലസ് 2/8. അപ്പോൾ 6/8 ആണ് എന്നിൻ്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. അതുപോലെ ഓസ് ഷെയർ കാണാൻ എന്താ ചെയ്യുക, ഓക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് എത്രയായിരുന്നു, 1/8 ആയിരുന്നു. ആ 1/8ൻ്റെ കൂടെ എമ്മിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച 1/8 എന്ത് ചെയ്യുക, അതായത് 6/24 3/24 ആണ്. അത് ലീസ്റ്റ് ഫോമിലേക്ക് ആക്കിയപ്പോൾ എത്ര കിട്ടി, 1/8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2/8 ആണ് ഇപ്പോൾ ഓയുടെ കയ്യിലുള്ള ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരിക്കും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു എത്രയാണ്, 6/8 2/8. അതായത് 6:2 or 3:1. ഓക്കെ, ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗെയിനിങ് റേഷ്യോ അതുപോലെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അഡ്മിഷൻ്റെ കേസിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ പഠിച്ച ആ ഒരു കാര്യങ്ങളാണ്. ഇനി അടുത്തത്, X, Y and Z were partners sharing profits in the ratio of 3:5:7. അതായത് ഓൾഡ് റേഷ്യോ. Z retires and his share is taken up by X and Y in the ratio 3:2. ഇവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ ഓഫ് X and Y. ഇവിടെ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ, Z റിട്ടയർ ചെയ്യുമ്പോൾ Zൻ്റെ ഷെയർ X and Y എടുക്കുന്നത് എത്രയാണ്, 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. നമ്മളോട് ചോദിച്ചത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗെയിനിങ് റേഷ്യോ വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്, ഇതാണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ആൻസർ എഴുതാം, ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താണ്, 3:2 ആണ് ഗെയിനിങ് റേഷ്യോ. ഇനി നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് എഴുതുക. എന്നിട്ട് ഓൾഡ് ഷെയർ എത്രയാണ്, ഓൾഡ് ഷെയർ Z റിട്ടയർ ചെയ്തു, ഓൾഡ് ഷെയർ എത്രയായിരുന്നു, 3:5:7 ആണ് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഇനി അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ 3:2 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോരുത്തരുടെയും ഗെയിൻ ചെയ്തത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗെയിൻ ചെയ്യുന്നത് X, Y and Z ആണ്. എക്സിൻ്റെയും വൈയുടെയും കാണണം. അപ്പോൾ ഫസ്റ്റ് എക്സ് ഗെയിൻ ഇസ് ഈക്വൽ ടു സെഡിനുണ്ടായിരുന്ന ഷെയർ എത്രയാണ്, 7/15. 7/15 ആയിരുന്നു സെഡിനുണ്ടായിരുന്ന ഷെയർ. അതിലെ 3/5 ആണ് എക്സ് വാങ്ങിച്ചത് അല്ലേ, 3/5. അപ്പോൾ ഇവിടെ എത്ര കിട്ടും, 21/75. ഇതാണ് എക്സ് സെഡിൽ നിന്നും വാങ്ങിച്ച ഷെയർ. ഇനി അതുപോലെ വൈസ് ഗെയിൻ കാണാൻ
എത്രയായിരുന്നു സെഡിൻ്റെ ഷെയർ? 7/15 ഇൻറ്റു വൈ വാങ്ങിച്ചത് എത്രയാണ്? 2/5 ആണ് വൈ വാങ്ങിച്ചത്. അപ്പോൾ എത്ര ഉണ്ടാവും? 14 ഡിവൈഡഡ് ബൈ 75. ഓക്കെ, 14 ഡിവൈഡഡ് ബൈ 75. അപ്പോൾ ഇത്രയും ഷെയർ ആണ് എക്സ് ആൻഡ് വൈ എന്ത് ചെയ്തത്? സെഡിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ന്യൂ ഷെയർ കാണണം. ഇപ്പോൾ ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ന്യൂ ഷെയർ കാണാൻ എന്താ ചെയ്യുക? എക്സിന് ഓൾറെഡി ഉണ്ടായിരുന്നത് എത്രയാണ്? 3/15 ആണ് എക്സിന് ഓൾറെഡി ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ 3/15 പ്ലസ് സെഡിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച 21 ഡിവൈഡഡ് ബൈ 75. അപ്പോൾ എത്ര കിട്ടും? 75 ഇൻറ്റു 3 പ്ലസ് 15 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 75. ഓക്കെ, അപ്പോൾ ഇവിടെ 108 ഡിവൈഡഡ് ബൈ 225 വരും. ഇനി അതുപോലെ വൈസ് ഷെയർ കാണണം. വൈസ് ന്യൂ ഷെയർ കാണാൻ വൈക്ക് ഓൾറെഡി എത്രയുണ്ടായിരുന്നത്? 5 ഡിവൈഡഡ് ബൈ 15 ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. 5/15 പ്ലസ് ഇപ്പോൾ കിട്ടിയ ഷെയർ എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ 75. അപ്പോൾ എത്ര കിട്ടുക? 75 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ ഷെയറും അതുപോലെ കിട്ടി. 5/15 പ്ലസ് 14/75 ചെയ്യുമ്പോൾ കുറച്ച് വലിയൊരു എമൗണ്ട് ആണ്. അതായത് 75 ഇൻറ്റു 75 375 പ്ലസ് 15 ഇൻറ്റു 14 210 ഡിവൈഡഡ് ബൈ 1125. ഇപ്പോൾ നമുക്ക് ന്യൂ ഷെയറും കിട്ടി. അപ്പോൾ എത്രയാണ്? എക്സ് ഇസ് ടു വൈസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 108 ഡിവൈഡഡ് ബൈ 225 ഈസ് ടു 117 ഡിവൈഡഡ് ബൈ 225. അപ്പോൾ ഇവിടെ ലീസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ എത്ര കിട്ടുക? അപ്പോൾ ഇതിനി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വീണ്ടും എത്ര ചെയ്യാം? 12:13 എന്ന ലീസ്റ്റ് ഫോമിലേക്ക് ആക്കാം. ഓക്കെ, 12:13 ആക്കാം. ഇതാണ് എന്ത്? ആ ഒരു പാർട്ട്നേഴ്സിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 12:13 ആണ്. ഇത് നമ്മളിവിടെ ഓൾറെഡി ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു 3:2 എന്ന് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കാൽക്കുലേഷൻ വീണ്ടും കാണിക്കാം. അതായത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അതായത് ന്യൂ റേഷ്യോ എത്രയാണ്? ഇവിടെ പറഞ്ഞ 12:13 ആണ്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 25 മൈനസ് 3/15 ചെയ്താലും 3:2 തന്നെ കിട്ടും. ആ ഒരു റേഷ്യോ തന്നെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ പഠിച്ചു. ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ ഗെയിനിങ് റേഷ്യോ. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് മീനിങ് നോക്കുകയാണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് അഗ്രീഡ് ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഏത് റേഷ്യോയിലാണോ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുന്നത്? അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നത്, ആ ഒരു ഷെയറിനെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയും. ഗെയിനിങ് റേഷ്യോ എന്താണ്? ദ റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ. ബിസിനസ്സിൽ നിന്നും പോകുന്ന ആ ഒരു പാർട്ട്ണറുടെ ഷെയർ ഏത് റേഷ്യോയിലാണോ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എടുക്കുന്നത്, ആ ഒരു റേഷ്യോയെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയും. ഇനി പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ ദ ന്യൂ പാർട്ട്ണർ ടു ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. അതായത് ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യുന്നതെങ്കിൽ ഗെയിനിങ് റേഷ്യോ എന്തിനാണ്? ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ ദ കണ്ടിന്യൂയിങ് പാർട്ട്ണർ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് കണ്ടെത്താനാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ്. ഇവിടെ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അതുപോലെ ഇത് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന്? അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അഡ്മിഷൻ്റെ സമയത്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുമ്പോൾ. ഇവിടെയോ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതുപോലെ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇതാണ് സാക്രിഫൈസിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസായ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നോക്കി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, so hope you understood today's class. See you with the next topic in the next class. Thank you.